നമസ്കാരം. ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും വരവോടെ ഇന്ന് ലോകം അതിവേഗത്തിൽ കുതിക്കുകയാണ്. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ വിരൽത്തുമ്പിലൂടെ ഞൊടിയിടയിൽ കിട്ടുമെന്നതാണ് സത്യം. അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ. എന്നാൽ എല്ലാത്തിനും ഒരു നല്ല വശമുണ്ടെന്ന് പറയുന്നത് പോലെ മറ്റൊരു ദോഷവശവും ഉണ്ടെന്ന് പറയാറില്ലേ? അതുപോലെയാണ് ഇന്ന് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇവിടെയൊക്കെ കടന്നുകയറ്റത്തോടെ പലർക്കും പഠനത്തോടുള്ള താല്പര്യം കുറഞ്ഞു എന്ന് തന്നെ പറയാം. അടുത്തിടെ ഒരു പ്രമുഖ യൂട്യൂബർ ഇങ്ങനെ പറയുന്നത് കേട്ടു. തനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടൊന്നും പഠിക്കാനൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലാകാനായിരുന്നു ഇഷ്ടം. ഇനി നമ്മൾ ആ പ്രമുഖ യൂട്യൂബറുടെ ചാനൽ എടുത്ത് നോക്കിയാലോ? താൻ ഒരു ദിവസം വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതൊക്കെയാണ് അവരുടെ കണ്ടന്റ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ട്രഡീഷണൽ വൈഫ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ കുലസ്ത്രീമാരെ പറ്റിയാണ്. ഇന്ന് ധാരാളം ഫാൻസും ഫോളോവേഴ്സും ഒക്കെയുള്ള കൂട്ടരാണ് ഈ കുലസ്ത്രീകൾ. എന്നാൽ നമ്മുടെ അമ്മയും അമ്മൂമ്മമാരും വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ? ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രമുഖ യൂട്യൂബേഴ്സും ചെയ്യുന്നത്. പക്ഷെ അവർ പറയുന്നത് എങ്ങനെയായിരിക്കും? എനിക്കിതൊക്കെയാണ് ഇഷ്ടം, എൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടിലിരിക്കാനാണ് ഇഷ്ടം. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ലക്ഷ്യങ്ങൾ ഇവരുടെ അക്കൗണ്ടിൽ എത്തുന്ന കാര്യം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവർക്കൊക്കെ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവോ മക്കളോ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു, ഫോർ എക്സാമ്പിൾ നമുക്ക് ഭക്ഷണം തന്നെ എടുക്കാം. ഈ കൂട്ടർ കടയിലേക്കൊന്നും പോകില്ല, നേരെ അങ്ങ് അടുക്കളയിലേക്ക് വച്ച് പിടിക്കും. പിന്നീട് രാവന്തിയോളം മക്കൾക്കും ഭർത്താവിനും അവരുടെ പാരൻസിനും ഒക്കെ വേണ്ടി അടുക്കളയിലേക്ക് നിന്ന് പണിയോട് പണി തന്നെ. പക്ഷെ ഒരുപാട് ഫാൻസും ഫോളോവേഴ്സും ഉള്ളതുകൊണ്ട് ഇതൊക്കെ കാണുന്ന അവരെന്തായിരിക്കും പറയുക? ഓ, കുലസ്ത്രീകളായാൽ ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെയുള്ള ഓരോ കമന്റും കൊടുത്ത്, ഒരു ലൈക്കും അങ്ങ് കൊടുത്ത്, ഷെയറും കൊടുത്ത് അങ്ങ് വിടും. എന്നാൽ ഇതൊക്കെ കൊടുക്കുന്ന നമ്മൾ അറിയുന്നുണ്ടോ മാസാമാസം എത്ര ലക്ഷങ്ങളായിരിക്കും ഇവരുടെ അക്കൗണ്ടിൽ എത്തുന്നതെന്ന്? അപ്പോൾ നിങ്ങൾ തന്നെ പറയുക, ഇവരാണോ മക്കൾക്കും ഭർത്താവിനും വേണ്ടി ജോലിക്കൊന്നും പോകാതെ സമ്പാദിക്കുന്ന വീട്ടിൽ കഴിയുന്ന കുലസ്ത്രീകൾ? കൂടാതെ മറ്റൊരു ചോദ്യം കൂടി, ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നവർക്ക് ഇവർ എന്താണ് മെസ്സേജ് നൽകുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ഒരു വിനോദത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇത് കാണുന്നത്. എന്നാൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാകില്ലേ, അയ്യോ എനിക്ക് ഇതുപോലെയൊന്നും ആകാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ ഭാര്യ അടുക്കളയിൽ പോയിട്ട് വന്നാൽ ഏതോ പാടത്ത് പണിക്ക് പോയതുപോലെ, ആ വീഡിയോയിലെ പെൺകുട്ടിയെ ഒന്ന് നോക്കി എന്ത് നീറ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ സത്യത്തിൽ ഇത്തരം വീഡിയോകളൊന്നും ആർക്കും ഒരു മെസ്സേജും തരുന്നില്ല എന്നതാണ് സത്യം. മറിച്ച് ഒരു അസൂയയും അപകർഷാബോധവും ഒക്കെയാണ് ഇവ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് പറയുക, ഇവരാണോ ഈ കുലസ്ത്രീകൾ?